من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഇവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധം സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എമ്പാടും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മളേറെ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ധനം എന്നത്. ഒരുപക്ഷെ ഭൗതിക ജീവിതത്തിൻ്റെ ആണിക്കല്ല് എന്ന് സമ്പാദ്യത്തെ സംബന്ധിച്ച്, സമ്പത്തിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്തിനും പണം വേണം, പണമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല എന്നാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട് നമുക്കിടയിലുള്ളത്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മതം, നമ്മുടെ ദീന് ഈ സമ്പത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് രൂപത്തിൽ നിങ്ങൾ അതിനെ ഉപയോഗിച്ചുകൂടാ എന്നത് കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നാളെ പരലോകത്ത് ഒരു കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും അവനോട് 4 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിലവൻ്റെ ആയുസ്സിനെക്കുറിച്ചും യുവത്വത്തെക്കുറിച്ചും തുടർന്ന് അവൻ്റെ അറിവിനെക്കുറിച്ചും നാലാമതായി ആ കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് വ അൻ മാലിഹി, നമ്മുടെ കറൻസികളെക്കുറിച്ച്, നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
ചോദിക്കുമെന്നാണ്. പ്രധാനമായി 2 ചോദ്യങ്ങൾ സമ്പത്തിൻ്റെ വിഷയത്തിൽ റബ്ബിൽ നിന്ന് കേൾക്കേണ്ടവരാണ്, ഉത്തരം കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നാമത്തത് മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെ കൊണ്ടുപോയാണ് ചെലവഴിച്ചത് എന്നാണ്. സമ്പാദ്യത്തിൻ്റെ സോഴ്സ്, അതിൻ്റെ സ്രോതസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അത് ഏതിൻ്റെ വിഷയത്തിലാണ്, ഏത് രൂപത്തിലാണ് അത് നീ ചെലവഴിച്ചത് എന്നതിനെക്കുറിച്ചും ചോദ്യമുണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. തരുന്ന സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുന്ന സമയം, അതല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്, സംശയമില്ലാത്തതാണ്. അതിന് സാധ്യതകൾ കൂടുതലാണ് സ്വീകരിക്കപ്പെടാൻ. എന്നാൽ ഒരു യാത്രക്കാരനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സമയത്ത് കാണാം, അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. യാത്രക്കാരൻ്റെ എല്ലാ അടയാളങ്ങളും ആ മനുഷ്യൻ്റെ ശരീരത്തിലും മുടിയിലും വേഷത്തിലുമെല്ലാം ഉണ്ട്. പൊടി പുരണ്ടിട്ടുണ്ട്, ക്ഷീണമുണ്ട്. പക്ഷേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല. കാരണം പറഞ്ഞത്, അവൻ കുടിച്ചതും അവൻ ധരിച്ചതും അതേപോലത്തെ അവൻ ഭക്ഷണം കഴിച്ചതുമെല്ലാം ഹറാമിനാൽ ഉണ്ടാക്കപ്പെട്ട സമ്പാദ്യമായിരുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. കുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ ഏറ്റവും വിശിഷ്ടമായതിനെ, നല്ലതിനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നല്ലത് കഴിക്കണം എന്നതിനെ തുടർന്നുകൊണ്ട് പറഞ്ഞത് വഷ്കുറൂ ലില്ലാഹ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പാദ്യവും അതിലൂടെ നിങ്ങൾക്ക് ഭക്ഷണവും നൽകിയത്? അത് നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ, അല്ലയോ പ്രവാചകന്മാരെ, ദൂതന്മാരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ വിശിഷ്ടമായ നല്ല കാര്യങ്ങളിൽ നിന്നാണ് ഭക്ഷിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇന്നി ബിമാ തഅമലൂന അലീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാകുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നല്ലതായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്, നല്ലതായിരിക്കണം നമ്മൾ സമ്പാദിക്കേണ്ടത്, അതിലൂടെ നല്ലതാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യമാണെങ്കിൽ, ഇന്ന് സമ്പത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതും എന്നാൽ സമൂഹത്തിൽ ഗൗരവം കുറഞ്ഞ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പലിശ എന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ വരും. പലിശയൊന്നുമില്ലാതെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് ജീവിക്കുക? എങ്ങനെയാണൊരു വാഹനം വാങ്ങുക? എങ്ങനെയാണ് വീടിൻ്റെ പണി പൂർത്തീകരിക്കുക? അത്യാവശ്യത്തിന് മിതപലിശയെന്നും കുറഞ്ഞ പലിശയെന്നും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ശതമാനമാണ് എന്നെല്ലാം പറഞ്ഞ് അതൊന്നുമില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. പലിശയുടെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അതുമായി ബന്ധം സ്ഥാപിക്കാത്തവർ സമൂഹത്തിൽ കുറവാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക രംഗത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരിക്കലും പലിശ എന്ന് പറയുന്നത് കലരാനോ അത് കൊടുക്കുവാനോ അതുമായി ബന്ധപ്പെടുവാനോ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഒരു നിലക്കും സമീപിക്കരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ഗാഫൻ മുളാഖഫ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുന്നത്, അഥവാ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഇരട്ടിയായി ഒരിക്കലും നിങ്ങൾ പലിശ തിന്നുപോകരുത് എന്നാണ്. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അതിലാണ് നിങ്ങൾക്ക് വിജയം എന്ന് നമ്മളെ പഠിപ്പിച്ചു.
സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ 2-ാം അധ്യായം അതിന്റെ 178-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും പലിശ വകയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതിന് നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക, അത് ഉപയോഗിക്കരുത്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, പലിശ എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് വിരോധിച്ച വലിയൊരു പാപമാണ്. ഇതിനധികം കള്ള് കുടിക്കുക എന്നത് വലിയൊരു പാപമായി നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. ഭർത്താവ് ഒരു കള്ളുകുടിയനാണ് എന്ന് അത് ആളുകൾക്ക് മുന്നിൽ പറയുന്നത് വളരെ അറപ്പോടുകൂടി വെറുപ്പോടുകൂടി കാണുന്നവരാണ് ഭാര്യമാർ. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു കള്ളുകുടിയനായിക്കൊണ്ടാണെങ്കിൽ അതൊരു വലിയ പാപത്തിന്റെ കൂട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ എണ്ണാറുള്ളത്. ശരിയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയേക്കാൾ വലിയ പാപമാണ് പലിശ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യഭിചാരത്തേക്കാൾ വലിയ പാപത്തെക്കുറിച്ച് നമ്മോട് ചോദിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് മറുപടി കൊടുക്കുക? വ്യഭിചാരത്തേക്കാൾ വലിയ പാപമോ? അല്ലേ? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ 36 വ്യഭിചാരങ്ങൾക്ക് തുല്യമാണ് ദിർഹമുർ റിബ, അഥവാ പലിശയുടെ ഒരു ദിർഹം, ഒരു നാണയം, വെള്ളിയുടെ നാണയമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം കുഞ്ഞുനാടുകളിൽ, മദ്രസകളിൽ 7 മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ 7 വൻപാപങ്ങളിൽ കള്ളുകുടി കടന്നു വരുന്നുണ്ടോ, മദ്യപാനം കടന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പക്ഷേ ആ 7 വൻപാപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമാണ് എന്ന് പറഞ്ഞ ആ വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് ഒരു മനുഷ്യൻ പലിശ അതുമായി ബന്ധപ്പെടുക എന്ന് വളരെ കൃത്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഇത് നോക്കൂ, നിങ്ങൾ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യമാണ് പലിശയുടെ വിഷയം. അഥവാ ജൂതന്മാരോട് പോലും, പ്രവാചകന്മാരുടെ സമൂഹത്തോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നിങ്ങൾ ഒഴിവാക്കണമെന്ന് വളരെ ഗൗരവത്തിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ സമനിദ്ദം, അഥവാ രക്തത്തിന്റെ പണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട്. വസമനിൽ കൽബ്, നായയെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന പണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. വആകിലിദ് റിബ വമൂകിലിഹി എന്നാണ്, അഥവാ പലിശ തിന്നുന്നവനും അത് തീറ്റിക്കുന്നവനെയും ആ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. ആ കൂട്ടത്തിൽ എണ്ണിയതാണ് പച്ച കുത്തുക, അതുപോലെ തന്നെ കുത്തിക്കൊടുക്കുന്നതുമെന്നാണ്. ഈ കാലഘട്ടത്തിൽ യുവാക്കൾ പലപ്പോഴും തന്റെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അത് എന്തെങ്കിലും ഒരു മോഡൽ, അല്ലെങ്കിൽ അവന്റെ പേരോ, അല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ പേരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐക്കണോ ചിഹ്നമൊക്കെ അവരുടെ ശരീരത്തിൽ പച്ച കുത്തുന്നതായി കാണാൻ കഴിയും. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചതാണ് എന്ന് നമുക്ക് ഹദീസുകളുടെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. തീർന്നില്ല, റസൂലുള്ളാഹി പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാ, പ്രവാചകന്റെ ശാപമുണ്ട്. ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ, അഥവാ പലിശ തിന്നുന്നവൻ, അത് തീറ്റിക്കുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, അതുപോലെ തന്നെ അത് എഴുതി വെക്കുന്നവൻ, അവരെല്ലാവരും സമമാണ് എന്നാണ്. പലപ്പോഴും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ബാങ്കുകളുടെ ജോലി യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് പറയപ്പെടാത്ത, അവന് അനുവദനീയമല്ലാത്ത സമ്പാദ്യത്തിന്റെ മാർഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ പ്രത്യേകമായി കാണുന്ന ഗ്രാമീണ ബാങ്കുകൾ, ആ ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരായി, അതല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളായി, അതിന്റെ കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി മത്സരത്തിന് വേണ്ടി നിൽക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ വാദം എല്ലായിടങ്ങളിലും നമ്മൾ വേണ്ടയെന്നാണ്. നമ്മുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പേര് എല്ലാ രംഗത്തും തിളങ്ങി നിൽക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ബാങ്കുകളുടെ കമ്മിറ്റിയിൽ പിന്നെ കയറിക്കൂടുക എന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുക എന്നതും അത് അത്യാവശ്യമാണ് എന്ന് പറയുന്നവർ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ബാങ്കുമായോ പലിശയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതേത് സ്ഥാപനങ്ങളാകട്ടെ, അവിടെയെല്ലാം എഴുത്തുകുത്തുകൾ നടക്കുന്നുണ്ട്, അവിടെയെല്ലാം സാക്ഷികൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥന്മാരിൽ, അതല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളിൽ, അതിന്റെ കമ്മിറ്റികൾ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അത് നമുക്ക് ശാപം കിട്ടുന്ന കാര്യമാണ് എന്ന്
വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയൊന്നും നമ്മുടെ പ്രാതിനിധ്യം ഒരിക്കലും ആവശ്യമില്ല. ഒരു മുസ്ലിമാണെങ്കിൽ അവന്റെ സമ്പാദ്യത്തിന്റെ മാർഗം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാണോ വരച്ചു കാണിച്ചത്, പ്രവാചകൻ എന്താണോ നമ്മോട് വിരോധിച്ചത്, അത് കൃത്യമായി ഒഴിവാക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ദിർഹമുർ റിബ യഅകുലുഹു അർറജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 സന്യ. അഥവാ പലിശയുടെ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 36 വ്യഭിചാരത്തേക്കാൾ കഠിനമാണ്. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുക. ഭാര്യയുടെ സ്വർണം ഭർത്താവ് ചോദിക്കുകയാണ്, അത് വിൽക്കാൻ വേണ്ടിയിട്ട്. ഭാര്യമാര് പറയും വിറ്റ് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചു കിട്ടുകയില്ല, അതുകൊണ്ട് നമുക്ക് പണയം വെക്കാം. യഥാർത്ഥത്തിൽ ഭർത്താവിനെ കൊണ്ട് പണയം വെപ്പിക്കലൂടെ ഈ ഭാര്യ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ തന്റെ ഭർത്താവിനെ വ്യഭിചാരത്തിന്റെ കുറ്റവാളിയാക്കുകയാണ്. അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ കുറ്റം കിട്ടുന്ന നരകത്തിലേക്ക് പോകുന്ന ഏർപ്പാട് ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവർ, അതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർജിബ 70 ബാബ, പലിശക്ക് 70ഓളം വരുന്ന ഇനങ്ങളുണ്ട്, കവാടങ്ങളുണ്ട്. അതിനാഹ, അതിലേറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ കല്ലദീ യഖഅല ഉമ്മിഹി, തന്റെ ഉമ്മയെ ശാരീരികമായി അവൾ മാതാവുമായി ശയിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ഉമ്മയെ ആ രൂപത്തിൽ ചിന്തിക്കുക എന്ന ചിന്തയിലേക്ക് പോലും നമുക്ക് എത്താൻ കഴിയുകയില്ല. എന്നാൽ പലിശയിലൂടെ ഒരു മനുഷ്യൻ അതിന്റെ ഏറ്റവും താഴത്തെ തട്ട് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഉമ്മയെ ആ രൂപത്തിൽ കാണുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കച്ചവടം അനുവദിച്ചു തന്നു. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കച്ചവടം അനുവദിച്ചു തരികയും നിങ്ങൾക്ക് പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി കൊണ്ട് പറയുന്നു. ഇത് നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് ഇബ്നു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാൻ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു, വിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ ഭുജിക്കുന്നതിൽ വെച്ച്, കഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും മോശപ്പെട്ട തിന്മ അത് പലിശയാണ്. അതല്ലാത്തൊരു തിന്മയെയും അള്ളാഹുവിന്റെ കലാമിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പലിശയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ്. ആര്? റബ്ബ് സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇല്ലം തഫഅലു, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഫഅദനു ബിഹറബിൻ മിനല്ലാഹി വറസൂലി, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള, അതേപോലെ തന്നെ അല്ലാഹുവിൽ നിന്നുള്ള യുദ്ധത്തിന്റെ പ്രഖ്യാപനം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലിശ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, പലിശയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവരുമായി യുദ്ധം പ്രഖ്യാപിച്ചത് ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് പലിശയേക്കാൾ മനുഷ്യർ കഴിക്കുന്ന അല്ലെങ്കിൽ നിറക്കുന്ന വയറ് അത് ഏറ്റവും മോശപ്പെട്ടതായി ഞാൻ വിശുദ്ധ ഖുർആനിൽ വേറെ ഒന്നും കണ്ടിട്ടില്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ വളരെ ജാഗ്രത ആ വിഷയത്തിൽ നമ്മൾ വെച്ച് പുലർത്തണം. പക്ഷെ ഇന്ന് പലപ്പോഴും ആളുകൾ പറയാ, ആരാത് കൊടുക്കാത്തത്, ആരാ വാങ്ങാത്തത്, ആരാത് ചെയ്യാത്തത്, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാനോ മുന്നോട്ട് പോകാനോ ഒന്നും കഴിയില്ല, ആരും നമ്മളെ കടം നൽകി സഹായിക്കാനില്ല, അതെന്നെ തിരിച്ചു കൊടുക്കാൻ ആർക്കും, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന ആ കടത്തിന്റെ തുകയൊന്ന് കുറയേ അല്ലെങ്കിൽ കൂടുകയോ ചെയ്താൽ അത് രണ്ട് നിലക്കാളുകൾ കാണും. എന്ന് പറഞ്ഞാൽ 100 രൂപ വാങ്ങിയിട്ട് ആ 100 രൂപ തന്നെ തിരിച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത മനുഷ്യർ, അതിൽ 150 ആണെങ്കിലോ അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ഇന്ന് എത്രത്തോളം ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു കാലം മനുഷ്യർക്ക് കടന്നു വരും എന്നാണ്. ആ കാലത്തിന്റെ പ്രത്യേകത പലിശയുടെ ഒരു തരി പോലും, അല്ലെങ്കിൽ ഒരു കാറ്റ് പോലും, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊടി പോലും ഏൽക്കാത്ത ഒരു സമൂഹം അതില്ലാത്ത കാലഘട്ടം ഉണ്ടാവുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഈ പലിശ കൊണ്ട് നേടിയെടുത്ത എന്തെങ്കിലും സമ്പാദ്യം നിലനിൽക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? കച്ചവടം തുടങ്ങിയാൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ആ കച്ചവടത്തിൽ ഉണ്ടാകുമോ? അതിലൂടെ നമ്മൾ പ്രിയപ്പെട്ടവർ ഒരു വീട് കെട്ടിപ്പടുത്താൽ ആ വീടിന്റെ ഇഷ്ടിക, ആ വീടിന്റെ സിമന്റ്, ആ വീടിന്റെ ബേസ്മെന്റുകൾ ഇതെല്ലാം പലിശയിലാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമോ?
നമ്മൾ വാഹനം വാങ്ങുന്നു, ലോൺ എടുക്കുന്നു, അടവിനെടുക്കുന്നു, നമുക്ക് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ വാഹനവുമായി നമ്മൾ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കപ്പെടുമോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, എന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, മാ അഹദുൻ അക്സറ മിനദ് ദിബ ഇല്ലാ കാന ആഖിബതു അംരിഹി ഇലാ ഖില്ല. പലിശയുടെ അവസാനം എന്ന് പറഞ്ഞാൽ അത് ഇല്ലായ്മയിലേക്ക് മടങ്ങുന്നതാണ്. എടുത്തു നോക്കിക്കോളൂ നിങ്ങൾ പലിശ കൊണ്ട് ഉണ്ടാക്കിയ സാമ്രാജ്യങ്ങളും അസ്ഥികളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുമെല്ലാം അവസാനം ഇല്ലായ്മയിലേക്ക് ചുരുങ്ങിയിട്ട് ഒന്നുമില്ലാത്ത മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. LIC പദ്ധതികളിൽ കോടിപതിയായ മനുഷ്യർ ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഴിക്കാൻ വകയില്ലാത്ത മനുഷ്യർ നമുക്ക് മുന്നിൽ കാഴ്ചകളായി അവർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇല്ലായ്മയിലേക്കാണ് മനുഷ്യനെ പലിശ കൊണ്ടുപോവുക, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അതെത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഒരു മനുഷ്യൻ സ്വതക്ക നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ വർധനവ് നൽകും. ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞെന്താ അറിയോ? ഞാനൊരു കള്ള് കുടിക്കുന്ന വ്യക്തിയെ കണ്ടു. എങ്ങനെ? ഒരു കള്ള് കുടിക്കുന്ന വ്യക്തിയെ കണ്ടു. ആ കള്ള് കുടിച്ച് ലക്ക് കെട്ട് ബോധം നഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യൻ ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, അതിനു വേണ്ടി ചാടിക്കളിക്കുകയാണ്. അപ്പോ ഈ കണ്ടു നിന്ന മനുഷ്യൻ പറഞ്ഞുപോയി, ഒരു മനുഷ്യൻ നിറക്കുന്ന വയറ് അല്ലേ, അവൻ കഴിക്കുന്ന അവന്റെ ഭക്ഷണം കൊണ്ട് അവൻ നിറക്കുന്ന അവന്റെ വയറുണ്ടല്ലോ, അതിലേറ്റവും മോശപ്പെട്ടത് മദ്യമാണ്. ഇനി മദ്യമല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ നിറക്കുന്ന വയറിൽ അതിലേറ്റവും മോശപ്പെട്ടത് മദ്യമാണ്. ഇനി അങ്ങനെ മദ്യമല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം, ഞാൻ ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഭാര്യ തൊലാക്ക് ചെയ്യപ്പെട്ടവളാണ്. അതിന്റെ കാരണം ഒരു മനുഷ്യൻ വയറിൽ നിറക്കുന്ന മദ്യത്തേക്കാൾ വലിയൊരു പാപാണെന്ത്? പലിശ എന്നുള്ളത്. കാരണം എന്താ അറിയോ? ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വ്യക്തികളെ കണ്ടു. ആരാണവർ? അവരുടെ വയറുഭാഗം വിശാലത നൽകപ്പെട്ടിരിക്കുകയാണ്. ഹദീസിൽ കാണാം, വീട് പോലെ ആയിരിക്കുകയാണ്. അവർക്ക് അവന്റെ വയറ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിപ്പം കൂട്ടി വിശാലത നൽകിയിരിക്കുന്നു. തീർന്നില്ല, ആ വയറിൽ നിന്ന് പാമ്പുകൾ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്താണ് എന്ന് അന്വേഷിച്ച് പറഞ്ഞു, അവർ പലിശ കഴിക്കുന്ന മനുഷ്യന്മാരായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ വലിപ്പം കൂട്ടാൻ, നമ്മുടെ കാറിന്റെ സീറ്റിന്റെ എണ്ണം കൂട്ടാൻ, നമ്മുടെ മക്കളുടെ പേരിൽ ബാങ്കിൽ കൊണ്ടുപോയിടാൻ 1 ലക്ഷം, അതിൽ മാസാമാസം എന്തെങ്കിലും ഒന്ന് പലിശ കിട്ടുമ്പോൾ അവന്റെ ഹോസ്റ്റൽ ഫീസ് അടക്കാം അല്ലേ? ആ രൂപത്തിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. ഇനി നമ്മൾ ആലോചിക്കുക, ഈ സ്വർണം പണയപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഭർത്താവിനെ കൊണ്ട് ഈ പലിശ കൊടുപ്പിക്കുക എന്നത് നരകത്തിന്റെ അവകാശിയാക്കി മാറ്റില്ല. ഭാര്യമാരോട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ന്യായമുണ്ട്, പണയം വെച്ചാൽ തിരിച്ചു കിട്ടുന്നു അല്ലേ? നമ്മൾ മലയാളത്തിൽ പറയുന്നത് നല്ലോണം കിട്ടും, ഇവിടുന്നും കിട്ടും അവിടുന്നും കിട്ടും. ഇവിടെ ഇല്ലായ്മ ആയിരിക്കും, പരലോകത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ശിക്ഷ അവർക്ക് കൊടുക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് വിക്കലാണ് ഖൈറ്. മനസ്സിലാവുണ്ടോ? ആഗ്രഹങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഇടലാണ് ഖൈറ്. നമുക്ക് നല്ല വാഹനം, വില കൂടിയ വാഹനം, ഇതെല്ലാം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത്. ഇനി പലിശയോ പല രൂപത്തിൽ വരും. കടമായി ബന്ധപ്പെട്ട പലിശ, പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിലൊക്കെ നമ്മൾ പറയും അണ്ണാച്ചി പലിശ എന്ന് പറയും അല്ലേ? ഇന്ന് പലരും ആത്മഹത്യ ചെയ്യണം. എന്താ ആത്മഹത്യ ചെയ്യണത്? ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ അവർക്ക് ആളുകൾ പണം കൊടുക്കാനുണ്ട്. 1000 കിട്ടും, 1500 കൊടുത്താൽ മതി, 2000 കിട്ടും, 4000 കൊടുത്താൽ മതി. അവസാനത്ത് ഇങ്ങനെ കൂടി അവസാനം ഒരു മനുഷ്യന്റെ വീടും പറമ്പും വിറ്റാൽ പോലും തികയാത്ത അത്ര പലിശയായി. അവസാനമോ ആ മനുഷ്യന് ഒന്ന് മാന്യമായി ഇറങ്ങി നടക്കാൻ കഴിയാതെ ആളുകളെ ഭയപ്പെട്ട് ഓരോ കയറിന്റെ തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ എത്ര മനുഷ്യർക്കാണ്, എത്ര ആളുകൾ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കടമായി ബന്ധപ്പെട്ട പലിശ എന്ന് പറയുമ്പോൾ ആ കടത്തിലൂടെ ഒരു മനുഷ്യൻ അധികം കൊടുക്കണം. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
കുല്ലു ഖർദിൻ ജർറ മൻഫഅതൻ ഫഹുവ റിബ. അഥവാ ആരെങ്കിലും കടം കൊടുക്കുമ്പോൾ കടത്തിലൂടെ വല്ല ഉപകാരവും പ്രതീക്ഷിച്ചാൽ അത് പലിശയാണ്. എന്നാൽ നമ്മോട് പറഞ്ഞൊരു സുന്നത്തുണ്ട്. ഒരാളെ നമ്മളൊരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പണം തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അധികമായി കൊടുക്കുക. അതൊരു സുന്നത്താണ്. പക്ഷെ ആ കൊടുത്ത ആളുണ്ടല്ലോ, അഥവാ ആദ്യം കൊടുത്ത കടം കൊടുത്ത് സഹായിച്ച വ്യക്തി, ആ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. ആഗ്രഹിക്കാൻ പാടില്ല, മോഹിക്കാൻ പാടില്ല, അത് ചോദിക്കാനും പാടില്ല. ആഗ്രഹിക്കാതെ, ചോദിക്കാതെ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും അത് കൊതിക്കാതെ കിട്ടണം. അങ്ങനെയാണ് നടക്കുന്നത്. അല്ല, ഞാൻ 1000 തരുമ്പോൾ അടുത്ത മാസം നീ എനിക്ക് തിരിച്ചു തരുമ്പോൾ 1500, അത് പറഞ്ഞു മേടിക്കലാണ്. അതിന്റെ പേരാണ് പലിശ എന്നത്. ഒരിക്കൽ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോൾ ഒരു സ്വഹാബി അദ്ദേഹത്തോട് പറയാണ്, ഇതാ താങ്കൾ പലിശ വ്യാപിച്ചൊരു നാട്ടിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് എന്തെങ്കിലും അവർ അധികമായി തിരിച്ചു നൽകുമ്പോൾ സൂക്ഷിക്കണം. അത് പലിശയാണ്. ഈ നാട്ടിൽ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പലിശയെ സൂക്ഷിക്കണം. എത്രത്തോളം ചില ആളുകൾ നിങ്ങൾക്ക് കടം തിരിച്ചു നൽകുമ്പോൾ ഒരു ചുമട് വൈക്കോലോ അല്ലെങ്കിൽ ബാർലിയോ അല്ലെങ്കിൽ കാലിത്തീറ്റയോ ഒക്കെ നിങ്ങൾക്ക് നൽകും. അതൊരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. അത് പലിശയായി നൽകുന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇത് കടവുമായി ബന്ധപ്പെട്ട പലിശയാണെങ്കിൽ കച്ചവട രംഗത്ത് പലിശ കടന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരേ ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് അത് കൈമാറുമ്പോൾ അതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന് പ്രവാചകൻ പറഞ്ഞതാണ്, സ്വർണവുമായി കച്ചവടം നടത്തുമ്പോൾ, വെള്ളിയുമായി കച്ചവടം നടത്തുമ്പോൾ, ഗോതമ്പുമായി കച്ചവടം നടത്തുമ്പോൾ, അങ്ങനെ ഭക്ഷണത്തിന്റെ വസ്തുക്കളും അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും നാണയങ്ങളുമെല്ലാം നമ്മൾ കച്ചവടം നടത്തുമ്പോൾ തുല്യത്തിന് തുല്യമല്ലാതെ നിങ്ങൾ കച്ചവടം നടത്താൻ പാടില്ല. നമ്മൾ 5 പവൻ സ്വർണം പഴയത് വിൽക്കാൻ, നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 5 പവൻ തന്നെ തിരിച്ചു കിട്ടണം. അതിൽ കുറയാനോ കൂടാനോ പാടില്ല. ഫമൻ സാദ അവിസ്ദാദ എന്നാണ്. അതിൽ കുറയുകയോ കൂടുകയോ ചെയ്താൽ ഫഖദ് അർബ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയോ? അത് പലിശയാണ്. അത് പലിശയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മളെ മക്കളുടെ സ്വർണവുമായി പോയി ഒരു 3 പവൻ നമ്മൾ കച്ചവടം നടത്തി. അത് നമ്മൾ വിറ്റാൽ നമ്മൾ വാങ്ങുമ്പോൾ 3 പവൻ കിട്ടുമോ? ഇല്ല. അവർ പറയും ഇത് പഴയതാണ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു അഴുക്കുണ്ട്, മറ്റതുണ്ട്, അല്ലെങ്കിൽ പഴയ സ്വർണത്തിന് വില കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2.5-2.25 2.25 തിരിച്ചു നൽകുക. ഇത് പലിശയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലായോ? ഇത് പലിശയാണെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങൾ ആലോചിക്കുക, ഇതേപോലെ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇരിക്കുന്ന സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് കുറച്ച് കാരക്ക കൊടുത്തു, കുറച്ച് ഈത്തപ്പഴം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, ഇത് എവിടുന്നാണ് താങ്കൾക്ക് കിട്ടിയത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്റെ കയ്യിൽ 2 സ്വാ, അതൊരളവാണ്, ആ 2 സ്വാ വളരെ താഴ്ന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത കാരക്ക ഉണ്ടായിരുന്നു. ആ 2 സ്വാ കാരക്ക ഞാൻ കൊടുത്തിട്ട് മുന്തിയ ഇനം, നല്ല ഇനം 1 സ്വാ ഞാൻ വാങ്ങി. അപ്പൊ കൊടുത്തത് 2ആണ്, കിട്ടിയത് എത്രയാണ്? 1ആണ്. ഇനം 1 ഈത്തപ്പഴാണ്, പക്ഷെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഒന്ന് താഴ്ന്നതാണ്, ഒന്ന് മുന്തിയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ കച്ചവടം നടത്തരുത്, അത് പലിശയാണ്. എന്നിട്ടെന്താ പരിഹാരം? അതും റസൂലുള്ളാഹി പറഞ്ഞു തന്നു. ദീനിൽ പരിഹാരമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പരിഹാരം എന്താണെന്നറിയോ? അഥവാ ഒരു മനുഷ്യൻ, ഇതിനധികം നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ചില ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ ചില മേൽനോട്ടക്കാരെ നിശ്ചയിച്ചു. അപ്പോ ജനീബ് എന്ന് പറയുന്ന ഒരു മുന്തിയ കാരക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിച്ചപ്പോൾ റസൂലുള്ളാഹി ചോദിക്കാണ്, ഈ ഖൈബറിലെ കാരക്ക എല്ലാം ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ അങ്ങനല്ല, എന്റെ കയ്യിൽ 2 സ്വാ താഴ്ന്ന ഇനം കാരക്കുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാണ് ഞാൻ ഈ മുന്തിയ ഇനം 1 സ്വാ വാങ്ങിയത്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ 2 കിലോ ഒരു കുറഞ്ഞ കാരക്ക അല്ലെങ്കിൽ വില കുറഞ്ഞ കാരക്ക എന്ത് ചെയ്യുന്നു? അത് വിൽക്കുന്നു. എന്നിട്ടോ പകരമായി വാങ്ങുന്നത് മുന്തിയ ഇനം 1 കിലോ കാരക്ക. അത് പലിശയാണ്. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ കാരക്ക വിൽക്കണം. ആദ്യം നിങ്ങളുടെ കാരക്ക നിങ്ങൾ വിൽക്കണം. എന്നിട്ട് ആ തുക കൊണ്ട് പുതിയത് നിങ്ങൾ
മുന്തിയത് വാങ്ങണം. എങ്ങനെ? നമ്മൾ ജ്വല്ലറിയിലേക്ക് പോയാൽ പഴയ സ്വർണം ആദ്യം നമ്മൾ വിൽക്കണം, മനസ്സിലാവുണ്ടോ? അത് ബില്ലാക്കി അത് വിറ്റ് അതിൻ്റെ പണം കൈപ്പറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? അത് ബില്ലാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പണം നമ്മൾ ഉറപ്പിക്കുകയോ ചെയ്തിട്ട് വേണം ആ പണം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പുതിയ സ്വർണം വാങ്ങേണ്ടത്. അതല്ല സ്വർണം കൊണ്ട് കച്ചവടം നടത്തുമ്പോൾ കുറവാണെങ്കിൽ അത് പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ അറിയോ? അത് യദം ബിയദാവണം, അപ്പം തന്നെ കൈമാറ്റം ചെയ്യണം എന്നാണ്. കടം പറയാൻ പാടില്ല, മനസ്സിലാവുണ്ടോ? കടം പറയാൻ പാടില്ല. സ്വർണ്ണ കച്ചവടത്തിൽ, വെള്ളി കച്ചവടത്തിൽ ഒരേ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ആ സമയങ്ങൾ നിങ്ങൾ ഒരിക്കലും കടം പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ദീൻ എളുപ്പമാണ്. അഥവാ പഴയത് നമ്മൾ വിൽക്കുക, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ വിൽക്കുന്നു, എന്നിട്ട് ആ പണം കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് അവിടുന്ന് വാങ്ങുന്നു എന്നത്. അപ്പോൾ അവിടെ കച്ചവടമായി, മനസ്സിലാവുണ്ടോ? പകരത്തിന് പകരം എന്നത് അവിടെ മാറിയിട്ട് പിന്നെന്തായി? അവിടെ കച്ചവടം ആയി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാല്ലാഹു റസിന വരിബ ഫീ ഖറിയ, അഥവാ വ്യഭിചാരത്തിലും പലിശയിലും ഒരു സമൂഹം വ്യാപകമായി കഴിഞ്ഞാൽ, അതിൽ പ്രകടമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ആ സമൂഹത്തിൽ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എത്രത്തോളം നാളെ ഖബറിൽ നിന്ന് ഈ പലിശയുടെ ആളുകൾ എങ്ങനെയാണ് എഴുന്നേറ്റ് വരിക? അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ പിന്നെ തിന്നവർ അവർ പിശാച് ബാധിച്ച നിമിത്തം മറിഞ്ഞു വീഴുന്നവരെ പോലെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, അഥവാ പലിശ തിന്നുന്നവർ അന്ത്യനാളിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പിശാച് ബാധയേറ്റ ആളുകളെ പോലെയായിരിക്കും. അഥവാ എഴുന്നേറ്റ് അവർക്ക് വിഷമകരമായ അവസ്ഥയുണ്ടാകും. അങ്ങനെ പ്രയാസപ്പെട്ടായിരിക്കും നാളെ പരലോകത്തേക്ക് അവർ കടന്നു വരിക എന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിവിടെ ജീവിച്ചാൽ മാത്രം പോരാ, പലിശയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നല്ല, നമുക്ക് മരിക്കണം. അതുകൂടി നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വരാനുള്ളതാണ്. അതുകൊണ്ട് മരണമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ജീവിതമല്ല പ്രതിസന്ധി, മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين وعلى آله وصحابته ومن والاه وبعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട, അതിൻ്റെ ഗൗരവം ഉണർത്തുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ലൈലത റജുലൈനി ആതാൻ, എൻ്റെ അടുക്കൽ ഒരു രാത്രിയിൽ രണ്ടുപേർ കടന്നു വരികയുണ്ടായി. സ്വപ്നത്തിലാണ്, വഹിയാണ്. അവർ വന്ന് എന്നെ ഒരു വിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക്, ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ആ താഴ്വരയുടെ മുന്നോട്ട് ആഞ്ഞപ്പോൾ അവിടെ കണ്ടത് രക്തമൊഴുകുന്ന ഒരു പുഴയാണ്. ആ രക്തമൊഴുകുന്ന പുഴയുടെ അരികിലേക്ക് ഞാൻ എത്തി. ആ പുഴയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കരയിൽ മറ്റൊരാൾ ഒരു കല്ലുമായി നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇദാ അറാദ അർ-റജുലു അയ്യഖ്റുജ റമ അർ-റജുലു ബിഹജരിൻ, അഥവാ ഈ പുഴയിൽ നിൽക്കുന്ന വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നീന്തി കരയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വരുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക്, തലയിലേക്ക് കരയിൽ നിൽക്കുന്ന വ്യക്തി കല്ലെടുത്തെറിയുകയാണ്. ആ ഏറിൻ്റെ കാഠിന്യത്താൽ, ആ പ്രയാസം കൊണ്ട് ആ മനുഷ്യൻ എവിടെ നിന്നാണോ ആ മനുഷ്യൻ്റെ യാത്ര ആരംഭിച്ചത്, ആ പുഴയുടെ ഭാഗത്തേക്ക് തന്നെ ആ മനുഷ്യൻ തിരിച്ചു പോകുന്നു. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, ആ മനുഷ്യനെ വീണ്ടും കല്ലെറിഞ്ഞാട്ടുന്നു. തുടങ്ങിയ പ്രയാസം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഇതാരാണ്? ഫഖൽതു മാ ഹാദാ ഫഖാല അല്ലദീ റഅയ്തഹു ഫിന്നഹരി ആകിലു റിബാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ രണ്ടിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആ പുഴയിൽ താങ്കൾ കണ്ടയാൾ പലിശ തിന്നുന്ന ആളായിരുന്നു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ പല ന്യായങ്ങളും പറഞ്ഞ്
പല രൂപത്തിലുള്ള ന്യായീകരണങ്ങളും സ്വമേധയാ കണ്ടെത്തിയിട്ട് ആയത്തുകളെയും ഹദീസുകളെയും എല്ലാം ആ കാലഘട്ടത്തിലായിരിക്കും, അതൊന്നും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, പ്രവാചകന്റെ അവസാന നാളുകളിലാണ് പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം അവതരിച്ചത്. അതുകൊണ്ട് ഇതിലും കൂടുതൽ വിശദീകരിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പലിശയാകും എന്ന് നിങ്ങൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും, പലിശ മാത്രമല്ല, പലിശയാകും എന്ന് നിങ്ങൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇടപാടുകൾ അത് സത്യസന്ധമായിരിക്കണം. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ കയ്യിൽ പലിശയുടെ ഒരു ഓഹരി ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ബാലൻസ് എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ, സ്വാഭാവികമായി ഒരു പലിശ വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് അത് കൊടുക്കാം. അതല്ലെങ്കിൽ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി റോഡോ കിണറോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പൊതുകാര്യങ്ങൾക്ക് വേണ്ടി അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മേത്തിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ഒഴിവാക്കുക. സ്വതക്ക കൊടുക്കല്ല. അതെനിക്ക് എൻ്റെ ശരീരത്തിൽ ഇപ്പം ഇങ്ങനെ ഒന്നും അവസരങ്ങളില്ലെങ്കിൽ അത് നമ്മുടെ മേത്ത് നമ്മൾ ഒഴിവാക്കുക. അത് വല്ല പാവപ്പെട്ടവർക്കാണെങ്കിൽ അങ്ങനെ, അതല്ലാതെ പള്ളിയിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ അല്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അത് വേഗം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സംശയമാണ് ഇൻഷുറൻസുകൾ, അല്ലേ? ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നത്. ഖുതുബ നടക്കുമ്പോഴേ നമ്മൾ സംസാരിച്ചാൽ നമുക്ക് ഖുതുബ കിട്ടൂല, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയും, ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കൽ അവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് അടക്കലുണ്ട്, അല്ലേ? എല്ലാവരും അതടച്ചിട്ടാണ് വാഹനം ഓടിക്കണം. അങ്ങനെ തന്നെ ഓടിക്കാനും പാടുള്ളൂ, അത് രാജ്യത്തിൻ്റെ നിയമമാണ്. എന്നാൽ നമ്മുടെ വാഹനം ഒന്ന് തട്ടിയാൽ നമ്മൾ അടച്ച തുകയേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ പേരെന്താ? നമ്മുടെ വാഹനം തട്ടിയാൽ നമ്മൾ 2000 രൂപക്ക് നമ്മൾ ഇൻഷുറൻസ് അടച്ചു എന്ന് വിചാരിക്കാം. വാഹനം എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു തട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് 5000ഉം 7000ഉം കിട്ടുന്നുണ്ടെങ്കിൽ അടച്ച തുകയേക്കാൾ കൂടുതൽ കിട്ടുന്നു. അതിൻ്റെ പേരാണ് പലിശ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് നമ്മൾ അടക്കാൻ പാടില്ല. കാരണം അതിലൊക്കെ പലിശ നമുക്ക് വരാനുള്ളതാണ്. അത് പറ്റൂല. എന്നാൽ നമുക്ക് കിട്ടാത്തത് ഏതാ? എല്ലാവർക്കും അറിയാം, തേർഡ് പാർട്ടിയാണ്. ആ തേർഡ് പാർട്ടി അടക്കാൻ പോയാൽ ആ ഓഫീസിൽ ആൾ തന്നെ പറയും, തട്ടി അങ്ങക്കൊന്നും കിട്ടൂല, എനിക്കൊന്നും കിട്ടില്ല, എന്നാ വേണ്ട, അല്ലേ? നമുക്ക് കിട്ടണം. നമ്മൾ അടച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണ്. സംശയമുണ്ടോ? അടച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നത്? അവർ കച്ചവടം നടത്തി നമുക്ക് ലാഭം തന്നതാ? അല്ല. നമ്മളെല്ലാം കച്ചവടത്തിൽ ഏർപ്പെട്ടതാ? അല്ല സഹോദരങ്ങളെ. പിന്നെന്താ? ഇത് കൂടുതൽ കിട്ടുന്നത് പലിശയാണ്. അതുകൊണ്ട് ആ ഫസ്റ്റ് പാർട്ടിയും ആ സെക്കൻഡ് പാർട്ടിയും ആ ബമ്പർ ടു ബമ്പറൊക്കെ നമ്മൾ ഒഴിവാക്കണം. ചിലപ്പോൾ വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഫസ്റ്റ് പാർട്ടി എടുക്കാതെ അല്ലെങ്കിൽ അടക്കാതെ അത് നിങ്ങൾക്ക് റോഡിലേക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു നിർബന്ധമായ സാഹചര്യമായി. അത് കഴിഞ്ഞാലോ പിന്നെ നിർബന്ധമായ സാഹചര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് അടക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, തേർഡ് പാർട്ടിയാണ് നമ്മൾ അടക്കേണ്ടത്. കാരണം നമുക്ക് അതിലൂടെ ഒന്നും കിട്ടാനില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ രംഗവും നമ്മൾ പരിശോധിക്കണം. ചിലർ കുറിയിൽ കൂടും, ചിട്ടിയിൽ കൂടും, അല്ലേ? എന്നിട്ട് അടച്ച തുകയേക്കാൾ കൂടുതൽ വിളിച്ചെടുക്കും. എന്താ? പലിശയാണ്. ചില ആളുകളാണെങ്കിലോ കുറി നടത്തിയിട്ട് ഈ നടത്തുന്ന ആൾക്ക് പലിശ അങ്ങോട്ട് കൊടുക്കും. അതല്ല, അത് മുന്നേ നിശ്ചയിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കൂടി നടത്തുകയാണ്, 1 ലക്ഷമാണ്, അതിൽ 5000 രൂപ ഞാൻ എടുക്കും, അത് തൃപ്തി ഉണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിലോ കുഴപ്പമില്ല. അതല്ലെങ്കിലോ സമ്മതമില്ലാതെ നമ്മളത് ചോദിക്കാതെ എന്ത് ചെയ്യാണ്? നമ്മളിൽ നിന്ന് ഒരു ഓഹരി വാങ്ങുന്നു, നമ്മൾ പലിശ കൊടുക്കലാണ്. നമുക്ക് നമ്മൾ അടച്ച പൈസ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ ചിലർക്ക് ഇതൊക്കെ പ്രയാസമല്ലേ, ബുദ്ധിമുട്ടല്ലേ? ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും വലിയ പരീക്ഷണമാണ് നിങ്ങൾക്ക് സമ്പത്ത് എന്നാണ്. അതുകൊണ്ടാണ് ആ സമ്പത്തിനെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യും എന്നും പറഞ്ഞിട്ടുള്ളത്. ഏത് അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് കരുതിയും ഗൗരവത്തോടും കൂടിയാണ്
നമ്മുടെ കയ്യിലുള്ള ഓരോ പണവും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ആ സാമ്പത്തിക വിഷയത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അല്ലാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വഴിമാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين.